ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സൈബർ സുരക്ഷ. സൈബർ ഇടങ്ങൾ ഇന്ന് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. സമൂഹം ഡിജിറ്റലാകുകയാണ്. സൈബർ ഉപയോഗം കൂടുതൽ ലളിതമാകുന്തോറും ചൂഷണങ്ങളും വർദ്ധിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് സൈബർ സുരക്ഷ. നമ്മുടെ സിസ്റ്റത്തെയും നെറ്റ്വർക്കുകളെയും പ്രോഗ്രാമുകളെയും സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് സൈബർ സുരക്ഷ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്, സ്വകാര്യ വിവരങ്ങൾ, ഡേറ്റകൾ, ഫോൺ കോൾ എന്നിവ ചോർത്തൽ തുടങ്ങി നിരവധി സംഭവങ്ങളാണ് ഓരോ ദിവസവും നാം കേൾക്കുന്നത്. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ വരുന്നത്. മറ്റൊരാളുടെ പാസ്വേഡ്, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നിവ ദുരുപയോഗം ചെയ്താൽ 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാവുന്നതാണ്. വ്യക്തിയുടെ സമ്മതമോ അറിവോ കൂടാതെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റമാണ്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. ജീവപര്യന്തം വരെ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. മറ്റനേകം നിയമങ്ങളും ശിക്ഷകളും ഉണ്ടെന്നുള്ള വസ്തുതകൾ സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടാതെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കേണ്ടതുമാണ്. അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്. സൈബർ ലോ, സൈബർ ക്രൈം ലോ, ഇന്റർനെറ്റ് ലോ എന്നീ പല വകഭേദങ്ങളിൽ സൈബർ നിയമം അറിയപ്പെടുന്നു. കമ്പ്യൂട്ടർ ഫ്രോഡ് ആൻഡ് അബ്യൂസ് ആക്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ പ്രൈവസി ആക്ട്, ഡിജിറ്റൽ മില്ലേനിയം കോപ്പിറൈറ്റ് ആക്ട്, ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ള സൈബർ ലോ ഇന്ന് നിലവിലുണ്ട്. ആധുനിക യുഗത്തിൽ സാങ്കേതിക വിദ്യ, അതിലുപരി അതിനൂതന സാങ്കേതിക വിദ്യകൾ വളരെയധികം പ്രചാരം നേടിയ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നിലനിൽക്കുന്നതിനൊപ്പം നിരവധി നെഗറ്റീവ് വശങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹാക്കിങ്ങിലൂടെയും ഫേക്ക് ഐഡിയിലൂടെയും ഐഡന്റിറ്റി തെഫ്റ്റിലൂടെയുമെല്ലാം വിവിധ തരത്തിലുള്ള സൈബർ ക്രൈമുകൾ ആധുനിക സമൂഹത്തിൽ അനുസ്യൂതം തുടരുകയാണ്. നമുക്കറിയാം, നിരന്തരം പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ സംബന്ധിച്ച് സൈബർ യുഗത്തിൽ സൈബർ ഒരു വെപ്പണായി ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പുകളും കുട്ടികളെ ഉൾപ്പെടെ ലൈംഗികതയ്ക്ക് ഉപയോഗിക്കുന്നതുമെല്ലാം നിരന്തരം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രതിരോധ മാർഗങ്ങൾ നിലവിലുണ്ട് എങ്കിലും സാമ്പത്തിക തട്ടിപ്പുകൾ അനുസ്യൂതം തുടരുന്നു എന്നത് നമ്മുടെ സാങ്കേതിക വിദ്യയുടെയും മറ്റും പോരായ്മകളെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. വളരെ സൂക്ഷ്മമായ അപഗ്രഥനത്തിലൂടെയും സൂക്ഷ്മമായ ഉപയോഗത്തിലൂടെയും മാത്രമേ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. വിവിധ അന്വേഷണ ഏജൻസികളായ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ളവയെല്ലാം വ്യാജമായി ഉണ്ടാക്കി നിരന്തരം സൈബർ തട്ടിപ്പുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ അശ്രദ്ധയാണ്. നമുക്ക് വരുന്ന മെസ്സേജുകൾ, ആ മെസ്സേജുകൾ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ഒരു മെസ്സേജ് ലഭ്യമായ വിശിഷ്യ ആ മെസ്സേജ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ആണ് എങ്കിൽ ആ മെസ്സേജിന് ചിന്തിക്കാതെ റിപ്ലൈ ചെയ്യുക വഴി വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യം ഉണ്ടാകുന്നത് വരെ ഈ തട്ടിപ്പ് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ അതിനൂതന കാലഘട്ടത്തിൽ ഏറ്റവും പ്രായോഗികമായി അതിനെ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നതിലൂടെയും മാത്രമേ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഇമെയിലുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഫോൺ കോൾ, വാട്സാപ്പ് കോൾ, വാട്സാപ്പ്, വോയിസ് മെസ്സേജുകൾ തുടങ്ങി പല വഴികളിലൂടെയാണ് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴും സൂക്ഷ്മത പുലർത്തേണ്ടതാണ്.
സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററായ ഡോക്ടർ പാട്ടത്തിൽ ധന്യ മേനോൻ. എവിടെയൊക്കെ നമുക്ക് ഒരു അശ്രദ്ധ വരുന്നു, നമ്മൾ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കാണ്ട് ഉപയോഗിക്കാൻ ശീലിച്ചു വരുന്നു, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന മേഖല സൈബർ സ്പേസ് ഉപയോഗിക്കുമ്പോൾ ചില ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്രത്തോളം എളുപ്പമാണോ ഈ പറയുന്ന ഒരു മേഖല ഉപയോഗിച്ച് വരാൻ, ഇതേപോലെ തന്നെ എളുപ്പമാണ് സൈബർ ക്രിമിനൽസിനും ഇത് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മൾ എത്രത്തോളം സ്വകാര്യമായിട്ട് വെക്കുന്നു അത്രയും സുരക്ഷിതമായിരിക്കും. നമ്മളടുത്ത് എത്താനും നമ്മളെ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യും. പാസ്വേഡുകൾ സുരക്ഷിതമായി ഉപയോഗിക്കുക, സമയാസമയത്ത് പാസ്വേഡുകൾ മാറ്റുക, ഒരു ലോജിക്കിന് യുക്തിക്ക് നിരക്കാത്ത പോലെയുള്ള ചില ഓഫറുകൾ സ്വീകരിക്കാതിരിക്കുക, ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിച്ചു എന്ന് പറയുക, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഗിഫ്റ്റുകൾ ആരെങ്കിലും ഒക്കെ അയച്ചു തരിക, ഒരു ആവശ്യവുമില്ലാതെ ഒരാൾ ഗിഫ്റ്റ് അയച്ചു തരിക, ഒരു കാലത്തും ഫ്രീ മീലില്ല, ഈ മേഖലയിൽ പ്രത്യേകിച്ചുമില്ല. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഏത് സാഹചര്യം പറഞ്ഞാലും മനസ്സിലാക്കണം, നമ്മളാണ് അവിടെ പ്രോഡക്റ്റ് ആവുക എന്നുള്ളത്. അതായത് നമ്മുടെ സ്വകാര്യതയും നമ്മൾ എന്നുള്ളൊരു വ്യക്തിയും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ഓരോ ക്രയവിക്രയങ്ങളുമാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരിക. സൗജന്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. ദർ ഇസ് നോ ഫ്രീ മീൽ. നമ്മളാണ് അവിടെ പ്രോഡക്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ ചില നിയമങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക. എന്താണ് ശരി തെറ്റ് എന്നുള്ളതിനെക്കാട്ടിലും എന്താണ് നിയമപരമായി നമ്മുടെ അവകാശങ്ങൾ, നിയമപരമായി നമ്മൾ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളത് പഠിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ നടന്നു വരുന്നതിലെ കുറെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യം, അങ്ങനെ ഒരു കാര്യം ഇല്ല. ഇന്ത്യ നല്ല ലോകത്തെവിടെയും ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. വാട്സാപ്പിൽ കൂടെയും ഇമെയിലിൽ കൂടെയൊക്കെ കോടതി സമൻസ് അയക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മളെ അറസ്റ്റ് ചെയ്യാനെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസ് അറിയാതെ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇനി ഏത് ഏജൻസി ആണെങ്കിലും നമ്മുടെ ലോക്കൽ പോലീസിനെ അറിയിച്ച് നമ്മൾ എവിടെയാണോ ഉള്ളത്, അതൊരു ഫിസിക്കൽ അറസ്റ്റാണ് ഉണ്ടാവുക. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പം നമ്മുടെ ഭയം, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ശ്രദ്ധക്കുറവ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചൂഷണം ചെയ്ത് കണ്ടിട്ടുള്ളത്. പാസ്വേഡ്സ് ഷെയർ ചെയ്യാതിരിക്കുക, ഫിസിക്കൽ ആക്സസ് നിങ്ങളുടെ ഗാഡ്ജറ്റിന് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക, OTPs ഷെയർ ചെയ്യാതിരിക്കുക, ഫ്രീ ആൻഡ് ഓപ്പൺ വൈഫൈസ് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ഉള്ള ഗാഡ്ജറ്റ്സ് ലോഗിൻ ചെയ്യാതിരിക്കുക. ബി സേഫ്. മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഇന്ന് വ്യക്തികളുടെ വിവരശേഖരണ സാമഗ്രികളാണ്. അതുകൊണ്ട് തന്നെ ചോർന്നു പോയാൽ എല്ലാ വിവരങ്ങളും പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഏറെ സുരക്ഷിതമായും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണിത്. ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മാൽവെയറുകൾ ഉപയോഗിച്ച് ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനാകും. അപകടകരമായ ചില ആപ്പുകളെ നമ്മുടെ ഫോണുകളിൽ നമ്മുടെ അനുവാദമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇവ എത്തുന്നത് ഏതെങ്കിലും മെസ്സേജുകൾ വഴിയായിരിക്കും. അതുവഴി എത്തുന്ന ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്താൽ ഇവ ഇൻസ്റ്റാൾ ആകുന്നതാണ്. ആയതിനാൽ അപരിചിതമായതും വ്യത്യസ്തവുമായ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ചില പരസ്യങ്ങൾ വഴിയെത്തുന്ന സൗജന്യ സമ്മാനങ്ങൾ, സാമ്പത്തിക സഹായം പോലുള്ള ലിങ്കുകൾ ഒന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക. എപ്പോഴും പാസ്വേഡ് വഴി ഫോൺ സുരക്ഷിതമാക്കുക. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും OTPയുമായി ബന്ധപ്പെട്ട് നമ്പർ ചോർത്തിയെടുക്കുന്ന സംഭവങ്ങൾ അനേകയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശ്രീ VK ആദർശ് സൈബർ സുരക്ഷയും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ATM കാർഡ് അഥവാ ഡെബിറ്റ് കാർഡിന്റെ 4 അക്കം പിൻ എന്ന് വിളിക്കുന്ന 4 അക്കം തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നാമതായി, നമ്മൾ ഈ 4 അക്കം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരവർ ജനിച്ച വർഷം, അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 0, 0, 0, 4, 0 പോലെയുള്ള വളരെ എളുപ്പത്തിൽ, അതായത് സ്വാഭാവികമായി നമ്മളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഏതെങ്കിലും രീതിയിൽ ഈ കാർഡ് കൈമോശം വരികയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരാളുടെ കയ്യിൽ അകപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ഊഹിച്ചെടുക്കാൻ
പറ്റും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ള പല നാലക്കങ്ങളും എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഊഹിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ളതുമായ നാലക്കം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ 6 അതിനകത്ത് എവിടെങ്കിലും നടുക്കോ അല്ലെങ്കിൽ ആദ്യമോ അവസാനമോ വരുന്ന നാലക്കം നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നുള്ളതാണെങ്കിൽ ഓക്കെ, പറ്റും. പിന്നെ നിങ്ങൾ ജനിച്ച സ്ഥലത്തെ പിൻകോഡിന്റെ ഏതെങ്കിലും 6 എവിടുന്നെങ്കിലും ഒരു 4 അക്കം, ഇതേ ഒരു ഊഹം പറഞ്ഞാണ്, ഇത് തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല, തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത ഇതാണ്. പിൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമുള്ളതും മറ്റുള്ളവർക്ക് ഊഹിക്കാൻ പ്രയാസമുള്ളതുമായ ഒരു പിന്നായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാര്യം, ഈ പിൻ ആരുമായി പങ്കിടണമെന്നുള്ളതാണ് ഈ സൈബർ സുരക്ഷയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാഠം. ആ പാഠത്തിൽ വളരെ വ്യക്തമാണ്, ഒരു കാരണവശാലും അത് ബാങ്ക് മാനേജറുടെ നമ്പർ ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ബാങ്ക് മാനേജർ ചോദിച്ചാലോ നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസം ആർജിച്ചതിന് ശേഷം ചോദിച്ചാൽ പോലുമോ നിങ്ങൾ ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെയോ ഡെബിറ്റ് കാർഡിന്റെയോ 4 അക്കം മറ്റൊരാൾക്ക് ഫോണിൽ പറഞ്ഞു കൊടുക്കരുത്. ഇത് വളരെ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 95 അല്ലെങ്കിൽ 99% അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് പുറത്തു വരുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി വരുന്ന പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ കൂടി പണം നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. വാട്സാപ്പ് കോൾ വഴി പണം തട്ടിയെടുക്കുന്നവരെ കരുതിയിരിക്കുക. അപരിചിതവും അസാധാരണവുമായ നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകൾ സ്വീകരിക്കാതിരിക്കുക. ചിലപ്പോൾ അപരിചിതർ ഫോൺ വിളിച്ച് സകല വിവരങ്ങളും ചോദിച്ച ശേഷം അങ്ങോട്ട് ആരെന്നന്വേഷിച്ചാൽ സോറി റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ക്യാഷ് പ്രൈസ് ഉണ്ടെന്നും അതിൻ്റെ ടാക്സ് ഇനത്തിൽ 10% തുക അടയ്ക്കണമെന്ന് പറഞ്ഞു വരുന്ന മെസ്സേജുകളിൽ ചില സാധാരണക്കാർ വീണുപോകാറുണ്ട്. ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കുന്നതിന് സാമൂഹ്യമായ ബോധവൽക്കരണമാണ് വേണ്ടത്. മംഗളം ദിനപത്രം മുൻ എഡിറ്ററും കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ KR പ്രമോദ്. സൈബർ ലോകത്തെ ഗുണഫലങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സൈബർ ചതിക്കുഴികളെയും നേരിടേണ്ടതുണ്ട്. കരുതലും ജാഗ്രതയും കോമൺ സെൻസും ഒക്കെ ഉപയോഗിക്കാതെ നമ്മൾക്ക് ഈ സൈബർ ലോകത്ത് ഇനി നിലനിൽക്കാനാവില്ല. പക്ഷേ പഠിപ്പും വിവരവുമുള്ളവർ പോലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി തീരുന്നു എന്നതാണ് വാസ്തവം. ഉന്നതരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന ഡിജിറ്റൽ തട്ടിപ്പ് മാഫിയ ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ പോലും വാർത്തയുണ്ടായിരുന്നു. ഇത്തരം സൈബർ ബോംബുകൾ ഏത് നിമിഷവും നമ്മുടെ തലയിൽ വന്ന് പതിക്കാം. കാരണം ഇതൊരു മഹായുദ്ധമാണ്. പുതിയ നൂറ്റാണ്ടിൽ സൈബർ സ്പേസാണ് യുദ്ധത്തിന് വേദിയാകുന്നത്, അല്ലാതെ പരമ്പരാഗതമായ യുദ്ധമുറകളോ യുദ്ധ ആയുധങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷ എന്നത് പുതിയ കാലത്തിൻ്റെ ആവശ്യമാണ്. അതിനൊരു തർക്കവുമില്ല. ആദ്യവും അന്തവുമില്ലാത്ത ഒരു നഗരമായിട്ട് വളർന്നു വരുന്ന നമ്മുടെ ഈ നാട്ടിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ അത്യാവശ്യമാണ് താനും. ഈ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് നടത്താം, സന്ദേശങ്ങൾ നിർമ്മിക്കാം, പരസ്യങ്ങൾ തയ്യാറാക്കാം, എന്നിട്ട് പ്രചരിപ്പിക്കാം. അത്തരം കാര്യങ്ങളിൽ കൂടെ ഒരു അവബോധം വളർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതല്ലാതെ നമ്മൾ സാക്ഷരതയുടെ പേര് പറഞ്ഞ് മേനും ധരിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ പ്രജകളാണ് എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല. ഏത് ചെകുത്താനും ഈ ദൈവത്തിൻ്റെ നാട്ടിലെ പ്രജകളെ ഒരു നിമിഷം കൊണ്ട് കുപ്പിയിലാക്കാൻ കഴിയും എന്ന കാര്യം മറക്കരുത്. സൈബർ ഇടങ്ങൾ ഇന്ന് സാധാരണക്കാർക്കും പ്രാപ്യമാണ്. മൊബൈൽ ഫോണുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ അപരിചിതരായവരും വിദേശങ്ങളിലുള്ളവരുമായ പലരും സുഹൃത്തുക്കളാകുന്നു. അവരുടെ പ്രൊഫൈൽ ഫോട്ടോകൾ പോലും വ്യാജമാണെന്ന് തട്ടിപ്പ് നടന്നതിന് ശേഷമാകും അറിയുന്നത്. പണം നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ പലരും തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ സാമൂഹിക മാധ്യമങ്ങളും നെറ്റ്വർക്കുകളുമെല്ലാം കരുതലോടെ ഉപയോഗിക്കുക. നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ആവശ്യമായ ആൻറ്റിവൈറസ് ഇൻസ്റ്റോൾ ചെയ്ത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. ATM കാർഡുകൾ ഉപയോഗിച്ച് അപരിചിതരുടെ സഹായത്തോടെ പണം പിൻവലിക്കാതിരിക്കുക. എപ്പോഴും ജാഗ്രത പുലർത്തുകയും സൈബർ ഇടങ്ങളെ കരുതലോടെയും ഉപയോഗിച്ചാൽ തട്ടിപ്പിൽപ്പെടാതെ രക്ഷപ്പെടാം. സൈബർ ഇടങ്ങളെയും സുരക്ഷിതമാക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.